ഹലോ, വലിയ പൈസ ചിലവൊന്നുമില്ലാതെ മുഖം നല്ല നിറവും തിളക്കവും എടുക്കാൻ പറ്റുന്ന ഒരു ടോണർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടോണറാണ്. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാലമൊന്നുമല്ല, ഒരു 5-6 ദിവസം നമുക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും മടിയില്ലാണ്ട് ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്കിന്ന് നല്ല ക്ലിയർ ആവാനും നല്ല നിറം വരാനും നല്ല തിളക്കം കൂടാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതേ എഫക്റ്റ് കിട്ടുന്ന രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അത് നമുക്ക് ഇതുപോലത്തുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ വേണം കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ ആദ്യം നിങ്ങൾ തയ്യാറാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചോ അല്ലെങ്കിൽ ഓറഞ്ച് മുസമ്പി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി ഇതേപോലെയുള്ള സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പോഷൻ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഓറഞ്ച് കളറ് മാത്രം ചിരണ്ടി എടുക്കാൻ പറ്റുമോ ആ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചിരകി എടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ സി സെറം എന്ന് കേട്ടിട്ടുണ്ടാവും. അത് നമ്മളെ മുഖം നല്ല നിറവും തിളക്കവും വരാനും ചെറുപ്പം നിലനിർത്താനെല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ്. അത് പുറത്തുനിന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങാനാണെങ്കിൽ വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. പക്ഷേ അത് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു 5 ദിവസമെല്ലാം മാത്രമാണ് നിങ്ങളിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിങ്ങൾ ചിരകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് വരാൻ പാടില്ല കേട്ടോ. അത് വന്നാൽ ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെല്ലെ അതിൻ്റെ ഓറഞ്ച് പോർഷൻ മാത്രം ഇതുപോലത്തെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇല്ലാത്തവർ അത് മെല്ലെ എങ്ങനെയെങ്കിലും പീൽ ചെയ്തെടുക്കുക. അതായത് ഉള്ളിലുള്ള ആ വൈറ്റ് ഇല്ലാണ്ട് കണ്ടോ, ഞാനിപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ തൊലി മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ ഓറഞ്ചിൽ നിന്ന് എനിക്ക് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഒരു 5 ദിവസത്തേക്ക് ഉണ്ടാവേണ്ട ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഉള്ളിലുള്ള വൈറ്റ് പോർഷൻ വരാൻ പാടില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സെറ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അലോവേര ജെല്ലുണ്ടല്ലോ, അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ല് നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ അലോവേരൻ്റെ ചെടി ഉണ്ടാവും. അതിലുള്ള അലോവേര എടുക്കരുത്, കാരണം അതിന് ഷെൽഫ് ലൈഫ് കിട്ടൂല. അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. അതൊരു സ്പൂണ് ഫുള്ള് എടുത്ത് ഇതിലേക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ സത്ത്, ആ ഓറഞ്ചിൻ്റെ സത്ത് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങളതിങ്ങനെ വെക്കണം. അപ്പം ഞാനിത് ഓവർനൈറ്റ് വെച്ചതാണ്. ഓവർനൈറ്റ് വെച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അതായത് ആ ഓറഞ്ചിൻ്റെ സത്ത് കറക്റ്റ് ആ അലോവേര ജെല്ലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ആ ഒരു വൈറ്റമിൻ ഇ സെറം എന്ന് പറയുന്ന സാധനം അതാണ്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന നേരം നിങ്ങളുടെ അടുത്ത് കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നീര് കിട്ടും. ഇനി നല്ല അടുപ്പിച്ചിട്ടുള്ള അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ എടുത്താലും മതി. കണ്ട, ഇത്രയും നീരാണ് നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്മെല്ലും കൂടിയാണ്. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. കണ്ട, അതിൻ്റെ എക്സാക്റ്റ് നീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആകെ ആഡ് ചെയ്തിട്ടുള്ളത് അലോവേര ജെല്ലും അതുപോലെ തന്നെ ആ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളിലുള്ള ആ വൈറ്റ് ഏടാവാൻ പാടില്ല. അപ്പോൾ ഇത് നോക്ക്, ഇത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ ഒഴിച്ച് വെച്ച് സൂക്ഷിക്കുക. ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ, അതായത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും, നമ്മളെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം മരുന്ന് കൊടുക്കുന്ന നമ്മളെ ഈ ഡ്രോപ്പർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതായാലും സാരമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലത്തെ ഈ സെറം ബോട്ടിലെല്ലാം വാങ്ങാൻ വേണ്ടി കിട്ടും. വലിയ പൈസയൊന്നുമില്ല. ഓൺലൈനിലെല്ലാം ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ചെറിയ പൈസക്ക് കിട്ടും. അതെല്ലാം വാങ്ങി വെക്കുകയാണെന്നെങ്കിൽ ഇതേപോലെ ജസ്റ്റ് മുഖത്ത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ മുഖത്ത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ക്രീം തേക്കുമ്പോൾ നമ്മളെ മുഖത്ത് അബ്സോർബ് ചെയ്ത് പോകില്ലേ, അതുപോലെ അങ്ങനെ തേക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു നല്ല അതിൻ്റെ സ്മെല്ലും അതെല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങളിത് ഒരാഴ്ച ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളെ മുഖത്ത് വന്ന ആ ഒരു കരിവാളിപ്പെല്ലാം ഉണ്ടല്ലോ, ഈ വെയിൽ കൊണ്ടിട്ട് വന്ന ആ ഒരു കറുപ്പെല്ലാം അതെല്ലാം മാറി മുഖം നല്ല ഗ്ലോ വരാനും നല്ല തിളക്കം വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണിത്. അതായത് വൈറ്റമിൻ ഇ സെറം നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്നേ ഉള്ളൂ, നാച്ചുറലായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുക. ചെയ്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇതിൽ ബാക്കി വരുന്ന ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഒരു 5 ദിവസത്തിനുള്ളതെല്ലാം മാത്രമേ ഇതിലുണ്ടാവൂ. അപ്പോൾ ഫ്രിഡ്ജിൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ നല്ലത്. ഇനി ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്ത് തന്നെ ഒരു 3-4 ദിവസമെല്ലാം ഷെൽഫ് ലൈഫ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.